2013 23,680. ഇപ്പൊ 2025 70,000. അപ്പൊ 10 ഇൻറ്റു നീ എന്താടി ഇരുന്ന് കണക്കൂട്ടുന്നേ? ആ ഓപ്പേ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 2013 ഓപ്പേന്റെ 10 പവൻ സ്വർണം പണയം വെച്ചിട്ടില്ലേ? 10 പവനാ? നീ എന്താ മറന്നുപോയാ? 11 പവനല്ലേ പണയം വെച്ചത്? ഒരു വളയും കൂടി ഇല്ലേ? അത് ഞാൻ മറന്നുപോയി എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അപ്പൊ 11 പവനല്ലേ? ആ 11 പവൻ. അന്ന് പവന് 23,680. ഏകദേശം 24 റുപ്യ. പക്ഷെ ഇപ്പൊ 2025 70,000 റുപ്യാണ് ഇപ്പൊ ഒരു പവന്. ചെറിയ കളി. എത്ര വില കൂടി സ്വർണത്തിന്. അപ്പൊ കേസെല്ലാം പറഞ്ഞും പിടിച്ചെല്ലാം വരുമ്പോഴേക്ക് 1 ലക്ഷം റുപ്യ കഴിയുമല്ലേ? കേസാ? എന്ത് കേസ്? അല്ല ഇതൊന്ന് കേട്ടു നോക്ക്. ഭാര്യയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ടുള്ള ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എത്ര വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും സ്വർണ്ണത്തിന് എത്ര കുറവ് വിലയുള്ള സമയത്താണെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ സ്വർണം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ കേസ് കൊടുക്കുകയാണെങ്കിൽ എന്നാണോ ആ കേസിൽ വിധി വരുന്നത് ആ ദിവസത്തെ സ്വർണ്ണത്തിന്റെ മാർക്കറ്റ് വാല്യൂയോ അതും അല്ലെങ്കിൽ സ്വർണ്ണമായിട്ട് തന്നെയോ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. കിഡ്നി വിറ്റാ പോലും കിട്ടൂല ഇത്രയും പൈസ. നീ കേസൊന്നും കൊടുക്കൂലായിരിക്കുമല്ലോ അല്ലേ? എന്നോട് നല്ല രീതിയിലെല്ലാം നിന്നാല് ഞാൻ കേസൊന്നും കൊടുക്കൂല. ഇല്ലെങ്കില് ഞാൻ എപ്പ നല്ല രീതിയിൽ നിന്നെന്ന് ചോദിച്ചാ പോരെ? വല്ലാത്ത കൈ ഒന്ന് തടകേ. എവിടെയാണ്? അവിടെ കയ്യൊക്കെ ഞാൻ എപ്പ തടയി തന്നെ ചോദിച്ചാ പോരെ മോളെ? കയ്യാ കാല നീ ഒന്നും പഠിക്കണ്ട. എല്ലാം സെറ്റ് ആയിക്കോ. എന്റെ വില അനുസരിച്ച് നോക്കുമ്പോ കയ്യാ കാല എന്തായാലും കുഴപ്പമില്ല.